ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ നെടുങ്കുന്നം പള്ളിയിലാണ് പോയത്. നെടുങ്കുന്നം പള്ളിയിലെ പെരുന്നാളായിരുന്നു കേട്ടോ. ഇത് ഞാനും ഉണ്ണീസും കൂടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ പള്ളിയുടെ ചരിത്രം പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടി കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പുഴുക്ക് നിറച്ച് തന്നെയാണ്. ഈ പെരുന്നാളിന് വരുന്ന ജനത്തിരക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്ര ജനങ്ങളാണ് ഈ ഒരു പെരുന്നാളിന് വന്നു വരുന്നത്. ഇവിടുന്ന് ഇപ്പം ഞങ്ങൾ വണ്ടി വയ്ക്കുന്ന ഒരുപാട് പള്ളിയുടെ അവിടെ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയത് തന്നെ. അതുപോലെ ജനങ്ങളാണ് ഇവിടുത്തെ ആട്ടുതോട്ടിൻ്റെ അടുത്താണ് ഇപ്പം ഈ പുഴുക്ക് നേർച്ച എന്ന് പറയുന്നത് അവിടുത്തെ കാർഷിക വിഭവങ്ങളെല്ലാം കൂടെ ചേർത്ത്, അതുപോലെ തന്നെ എന്ത് വരുന്നതാണ് കപ്പ, കാച്ചില, ചേന, ചേമ്പ് അതെല്ലാം വരുന്നുണ്ട്. കൂർക്ക, കിഴങ്ങ് എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ഇറച്ചിയും കൂടെ ചേർത്താണ് മിക്സാക്കി ഈ പുഴുക്കായിട്ട് തരുന്നത്. ഒരു 5 മണി തൊട്ടേ ഇതുപോലെ പള്ളിയുടെ ചുറ്റും ജനസാഗരമായിരിക്കും. അതുപോലെ നമുക്ക് തേക്കല തരുമോ, ഈ തേക്കലയായിട്ട് നമ്മൾ ഈ പുഴുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇതുപോലെ കൊട്ടയിൽ അവർ കൊണ്ടുവരും. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് കൊട്ടയിൽ വിതരണം ചെയ്തിട്ട് അവർ പോകുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയുമില്ല. ഞങ്ങൾ പിന്നെ ഈ കൊട്ടക്കാരൻ്റെ പുറകെ പോകുമായിരുന്നു. പണ്ടുള്ളവരൊക്കെ പറയും ഇത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു നമുക്കൊരു പ്രസാദമായിട്ട് തരുന്നതല്ലേ, ഇത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതെടുത്ത് കഴിക്കണമെന്ന്. നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് കഴിച്ചാലും അതിനൊരു രുചിയും കാണത്തില്ല. നമ്മൾ ആ പള്ളിയുടെ പരിസരത്ത് നിന്നുകൊണ്ടല്ല കിട്ടുമ്പം തന്നെ അത് കഴിക്കുമ്പോൾ ഭയങ്കര രുചിയാണ് അതിന്. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും എല്ലാം നടക്കുവാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പുഴുക്ക് നേർച്ച എന്ന് പറയുന്നത് നെടുങ്ങോത്തച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന വിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പുഴുക്ക് നേർച്ചയായിരുന്നു ഇത്. ആദ്യകാലങ്ങളിൽ ഈ പുഴുക്ക് നേർച്ചയോടൊപ്പം തന്നെ ചോറും വിതരണം ചെയ്തിരുന്നു. വൃശ്ചിക മാസം പകുതിയോടെടുക്കുമ്പോഴത്തേക്കിന് ഇതുപോലെ കാർഷിക വിഭവങ്ങളെല്ലാമായിട്ട് പള്ളിയിൽ എല്ലാവരും കൂടെ ഈ ഇടവകക്കാരുകളും എല്ലാവരും കൂടെ ചേർന്ന് ഒത്തുചേരും. പിന്നീട് പുഴുക്ക് നിറച്ച വിതരണം ചെയ്യുന്നതിന് അന്ന് രാവിലെ ഇടവകക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു വെളുപ്പാൻ കാലത്ത് തന്നെ ഈ ഒരു പുഴുക്ക് റെഡി. പണ്ടുള്ള കാലത്ത് കപ്പയും ചേനയും കാച്ചിലും ചേമ്പും ഒക്കെ നിറയെ ഉള്ളത് കൊണ്ട് അതൊക്കെ അന്ന് സുലഭമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളാണ് കൂടുതൽ വന്നതോടുകൂടി ഈ ഒരു കപ്പയും ചേനയും അതെല്ലാം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലാണിപ്പോൾ. കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ ഒരു പള്ളിയിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളി കൂടിയാണ് ഈ പള്ളി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ചു. ഇതേ ഞാനും ഉണ്ണിയും കൂടെയാണ് വാങ്ങിച്ച് കഴിച്ചത്. ഞങ്ങൾ രണ്ടും കഴിച്ചിട്ട് അവിടുന്ന് പോന്നു. ടാറ്റാ ബൈ ബൈ, സീ യു, അത്രയേ ഉള്ളൂ.